വള്ളുവനാടിൻ്റെ ശൈലിയിൽ അവിടുത്തെ ജീവിതങ്ങളെക്കുറിച്ചിട്ട്, അവിടുത്തെ രീതികളെക്കുറിച്ചിട്ട്, മനുഷ്യരുടെ ഭാവനകൾ, അവരുടെ നിർമ്മലമായ അവരുടെ മനസ്സ്, ഇതെല്ലാം വാക്കുകളിലൂടെ മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന രൂപത്തിൽ ആവിഷ്കരിച്ച കൃതികളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ. അദ്ദേഹം ഓരോ ഈ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം കഥകൾ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ പിന്നാലെ വാക്കുകളുടെ സഞ്ചയങ്ങളിങ്ങനെ പിന്നാലെ പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓരോ മലയാള അക്ഷരങ്ങൾ ആ കൃതികളിലൂടെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള ജീവിത രീതി കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഒരു അനുഭവമോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു ഒരു അനിർവചനീയമായിട്ടുള്ള ഒരു ആസ്വാദ്യത നമുക്ക് അനുഭവപ്പെടുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് എനിക്ക് തോന്നുന്നത്. വാനപ്രസ്ഥം എന്നുള്ള ഒരു ചെറിയ കഥയാണെങ്കിൽ പോലും എത്ര ഹൃദ്യമായ അനുഭവമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതാണ്. കൃതികളിൽ എന്താ വെച്ചാൽ ആ പ്രദേശങ്ങളിലെ ജീവിത തുടുപ്പുകളാണ് വാക്കുകളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ചാൽ നമ്മളിപ്പോൾ പ്രദേശത്ത് ഇവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഒരു പുതിയ അനുഭവമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ആ പ്രദേശങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള, അവർക്ക് ജീവിച്ചനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം വലിയൊരു മാനസിക ഉത്കർഷം തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ.